അല്ല, രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാനുള്ള ടെക്നിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് നിയമവിദഗ്ധരുമായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു പാർട്ടി അതിൻ്റെ രജിസ്ട്രേഷൻ, അതിൻ്റെ ഫോർമാലിറ്റീസ്, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. കുറേ ടെക്നിക്കൽ റീസൺസ് ഉണ്ട്. അപ്പം അത് അതിൻ്റെ ഒരു ഫ്ലോയിൽ നടക്കും. നമ്മളിപ്പോൾ ഞാൻ ഉയർത്തിയ ഈ വിഷയം, നാട് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധികൾ, അതുപോലെ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഈ നെക്സസിൻ്റെ ഭാഗമായി, പൊളിറ്റിക്കൽ നെക്സസിൻ്റെ ഭാഗമായി ഒരു കാലത്തും അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയിട്ടുള്ള ചില വിഷയങ്ങൾ അത് പൊതുസമൂഹത്തിലേക്ക് ഉന്നയിക്കുകയാണ്. അതിൻ്റെ ഒരു നയ വിശദീകരണ കരട് ഇന്നത്തെ യോഗത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ചില കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം നമുക്കതിലേക്ക് കിടക്കാം. അൻവർ നൽകിയ പരാതി പാർട്ടി സെക്രട്ടറിയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം അത് പുറത്തുവിട്ടത് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെയായി. അത് നിങ്ങൾ തന്നെ മാധ്യമങ്ങളോടും ജനസമൂഹത്തോടും പറഞ്ഞത് എല്ലാവരും പരിശോധിച്ചു. അതിൽ ഒരു കാര്യവും കഴമ്പുള്ളതില്ല. അതുകൊണ്ട് അത് ഗൗരവിക്കേണ്ട കാര്യമില്ല. അതിൽ ശശിക്കെതിരായ ആരോപണത്തിൽ ഒരു കാര്യവും പരിശോധിക്കേണ്ടതോ പരിഗണിക്കേണ്ടതോ ആയതില്ല എന്നുള്ളതാണ്. അത്ര ലാഘവത്തോടെ തള്ളാവുന്ന ഒരു പരാതിയാണോ അത്? അല്ല, അത് കേരളത്തിലെ എന്താ പറയുക, സഖാക്കൾ പരിശോധിക്കട്ടെ, പൊതുസമൂഹം പരിശോധിക്കട്ടെ. പാർട്ടിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, ഞാനത് പറഞ്ഞു, പശ്ചിമ ബംഗാളിനേക്കാളും വളരെ മോശമായ അവസ്ഥയിലേക്ക് കെട്ടിവച്ച കാശ് CPM സ്ഥാനാർത്ഥികൾക്ക് കേരളത്തിൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നു. ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ നയത്തിനൊപ്പം പാർട്ടി കൂടി നിൽക്കുന്നത് എന്തിനാണ് എന്ന് കേരളത്തിലെ ജനങ്ങളോട് ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് വിശദീകരിക്കേണ്ടി വരും. അത്ര മോശമായ അവസ്ഥയിലാണ്. ഇപ്പം കണ്ണുരുട്ടി ഒരുപാട് ആളുകളെ തടഞ്ഞു നിർത്തുന്നുണ്ട് കേരളത്തിൽ. അവർക്കൊക്കെ ഇതിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാ. പക്ഷെ അവർക്ക് പലർക്കും വരാൻ കഴിയില്ല. അവർക്ക് അവരുടെ റേഷൻ കാർഡ് വെട്ടും വരെ. പലരും ഈ പറയുന്ന ലൈഫ് പദ്ധതിയിൽ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്നവരാണ്. ഒരു വീട്ടിലൊരു കക്കൂസെങ്കിലും സർക്കാരിൽ നിന്ന് കിട്ടാതെ അത് പണിയാൻ കഴിയാത്ത സാമ്പത്തിക ശേഷിയില്ലാത്ത പാവപ്പെട്ട മനുഷ്യരാണ്. ഇത്തരത്തിൽ പാവപ്പെട്ട സഖാക്കളെയും പൊതുസമൂഹത്തെയും കണ്ണുരുട്ടി അവരവിടെ നിർത്തുന്നുണ്ട്. പക്ഷേ ഇവർക്കൊക്കെ പ്രതികരിക്കാനുള്ളൊരു ദിവസം വരും. അത് തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ന് പാർട്ടി ഈ ഒരു കാര്യത്തിൽ ഒരു പുനർവിചിന്തനം നടത്തിയിട്ടില്ലെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനമാണ് എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമുണ്ടാവില്ല. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട പാർട്ടി സഖാക്കൾ അത് മനസ്സിലാക്കുന്നുണ്ടാവും. ഇന്ന് നിങ്ങൾക്ക് കാണാമല്ലോ ആയിരക്കണക്കിന് സഖാക്കൾ വരുന്നത്. ഇവരെന്താ പറയുന്നത്? അവിടെ വരുന്നവരൊക്കെ വർഗീയവാദികളാണ്. ഇപ്പം നിലമ്പൂരിൽ വന്ന 10,000-കണക്കിന് ആളുകൾ വർഗീയവാദികളാണ്. ഇന്ന് മഞ്ചേരിയിൽ വരാൻ പോകുന്ന 10,000-കണക്കിന് ആളുകൾ. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വർഗീയവാദികളാണ്. അതിന് ഉത്തരവും പാർട്ടി പറയേണ്ടി വരും. അങ്ങനെ ഇവരൊക്കെ വർഗീയവാദികളായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ വർഗീയവാദികളായി? ഇവരുടെയൊക്കെ മുൻ ചരിത്രം എന്താ പെട്ടെന്ന് ഇങ്ങനെ വർഗീയവാദികളാകാൻ കാരണം? അതിനും ഉത്തരം ഈ പറയുന്ന പാർട്ടി നേതൃത്വവും ഈ പറയുന്ന CM-ഉം പറയേണ്ടി വരും. അതാണ് ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. DMK-യുടെ നേതാക്കൾ ഇന്നത്തെ പൊതുസമ്മേളനത്തിന് എത്തുമോ? അതുമായിട്ട് ഈ ചർച്ചയിൽ എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം? അത് ഇപ്പം പറയാനായിട്ടില്ല. ഇന്ന് പരിപാടികൾ കാണാനും ഒബ്സർവ് ചെയ്യാനും ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ മതേതര സ്വഭാവമുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോടെ ഉണ്ടാവും. സ്റ്റേജിലുണ്ടാവില്ല, അവരോട് ഉണ്ടാവും. അതാ ജനക്കൂട്ടത്തിൽ കണ്ടെത്താൻ നിങ്ങളുടെ കഴിവാണ്. അപ്പോ അത് നിങ്ങളുടെ കഴിവാ. ആ ജനക്കൂട്ടത്തിൽ എവിടെയെങ്കിലും ഇവരൊക്കെ ഉണ്ടാവും. ഇവർ ഈ കാര്യം പരിശോധിക്കാൻ വരുന്നവരാണ്. അതിൽ അവർ മാത്രമല്ല, വേറെ പലരും ഉണ്ട്. അത് നിങ്ങൾ ഇഷ്ടംപോലെ ആളുകൾ ഇന്നുണ്ടാവല്ലോ. ഈ സാങ്കേതിക പ്രശ്നം എന്നുള്ളത്, അതായത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാനുള്ള സാങ്കേതിക പ്രശ്നം ഒരുപക്ഷെ താങ്കളുടെ MLA കാലാവധിയോടുകൂടി തീരും. അതിനുശേഷം ഇതൊരു രാഷ്ട്രീയ പാർട്ടിയായി മാറും. അങ്ങനെയാണോ? അല്ല, അതല്ല. നമ്മൾ ഉയർത്തിയ ഈ വിഷയങ്ങൾ സാമൂഹികമായി ഉയർത്തിക്കൊണ്ടുവന്ന് ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട് ഇതുമായി സഹകരിക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അതിന് ഒരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആകെ യോഗം നടത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റുള്ള 13 ജില്ലകളിലും ഈ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പൊതുസമ്മേളനങ്ങൾ നടത്താൻ തന്നെയാണ് തീരുമാനം. ഈ കണ്ണൂരിലെ പ്രബലനായ ഒരു പാർട്ടി നേതാവ് താങ്കളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ DYFI പറഞ്ഞു ഒരു പാർട്ടി നേതാവ് പോയിട്ട് പാർട്ടി അംഗം പോലും താങ്കളുടെ കൂടെ ഇല്ലെന്നാണ്. DYFI അത് പറഞ്ഞുകൊണ്ട്, DYFI ആരാ പറയുന്നത്? നേതാക്കന്മാരല്ലേ. ആ അഭിപ്രായം അണികൾക്കുണ്ടോ എന്ന് ചോദിക്കുന്നു നിങ്ങൾ. ഇപ്പോൾ DYFI ആയാലും CPM ആയാലും
ഈ പറയുന്ന അഭിപ്രായം ആ നേതാക്കളുടേത് മാത്രമാണ്. അണികൾ ഈ അഭിപ്രായം ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവരൊന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി അന്വേഷിക്കട്ടെ എന്ന്. ഇന്നത്തെ പരിപാടിയിൽ അങ്ങനെ അപ്രതീക്ഷിതമായ പ്രബലരായ നേതാക്കളൊക്കെ ഉണ്ടാവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം അതൊന്നും പറയാൻ പറ്റില്ല. നമ്മളങ്ങനെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ കാര്യത്തിൽ ഒരു തിരക്കില്ല. തുടക്കം മുതലേ ഭയങ്കര തിരക്ക് കേൾക്കാം. നിങ്ങളെ തിരക്കുകൊണ്ടാണ് ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഈ കാര്യം പറയേണ്ടി വന്നത്. ഇത് 2-3 ആഴ്ച കൂടി കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും എന്നെ തിരക്കാതിരിക്കുക. ഞാനൊന്നും മെല്ലെ ഈ ആളുകളായിട്ട്, ഈ സാധാരണക്കാരായിട്ട് പോട്ടെ. ഇന്നിപ്പോൾ അവിടെ രാവിലെ പന്തൽ വന്നപ്പോഴും ഉയർന്ന ചോദ്യം എന്താ, പ്രബലരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവുമോ? ആരാ പ്രബലന്മാർ? ഈ നാട്ടിലെ സാധാരണക്കാരാണ്, ഈ നാട്ടിലെ തൊഴിലാളികളാണ്, ഈ റോട്ടിൽ വണ്ടി ഓടിക്കുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളും ടാക്സി തൊഴിലാളികളാണ്, വഴിയോര കച്ചവടക്കാരാണ്. അവരാണ് ഈ രാജ്യത്തിൻ്റെ പ്രബലർ. അവരിലാണ് ഞാൻ വിശ്വാസം അർപ്പിക്കുന്നത്. അങ്ങനെ പ്രബലരായിട്ടുള്ള 10,000-കണക്കിന് ആളുകൾ ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കും. അത്രയേ ആ വിഷയത്തെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അവരിലാണ് ഞാൻ പ്രബലത കാണുന്നത്. നല്ല തേച്ച് മിനുക്കിയ ഷർട്ടും മുണ്ടും, എന്താ പറയുക, സുന്ദരമായ മുഖവും നല്ല വാക്ചാരിതയും ഉണ്ടെങ്കിൽ അവർ പ്രബലരാണ് എന്ന് തെറ്റിദ്ധരിച്ചൊരു സമൂഹം ഇവിടെ ഉണ്ട്. ആ തെറ്റിദ്ധരിച്ച സമൂഹത്തിനെ തെറ്റിത്തിരുത്തിക്കാൻ ജനമാണ് ഇതിൻ്റെ ശക്തി, ജനമാണ് പ്രബലർ. ആ ആശയത്തിലേക്ക് കേരളത്തിലെ യുവാക്കളെ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമാണ് കേരളത്തിലെ ഈ പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഈ സോഷ്യൽ സംവിധാനം. അതാണ് ഞാൻ ഇതിൽ ഉദ്ദേശിക്കുന്നത്.